അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതുപോലത്തെ അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ മാവ് അളന്നെടുക്കുക. രണ്ടാമത്തെ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് കപ്പിലാണോ നമ്മൾ മാവ് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഇത് വെള്ളത്തിൽ മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം തന്നെ എടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് പാലും കൂടി എടുത്തേ ഉള്ളൂ. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഈ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിനാണ് അടിച്ചെടുക്കേണ്ടത്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. ഈ ഒരു ലൂസായിട്ട് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഇതിൽ നിന്നും ഈ ബാറ്റർ ഒന്ന് കലക്കിയെടുക്കുക. 1 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. കാരണം കുറച്ച് പരത്തി ഇത് ചുട്ടെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിന്റെ അളവിനായിരിക്കണം നമ്മൾ എടുക്കുന്ന പാന്. അപ്പോൾ ഒരു വശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മൊരിഞ്ഞൊന്നും പോവേണ്ട ആവശ്യമില്ല. 2 സൈഡും ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കാം, കനം കുറച്ച് വേണം ഇത് ചുട്ടെടുക്കാൻ. ഇപ്പൊ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഒരു 16 ദോശയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി ഈ ചൂടായി കിടക്കുന്ന പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കശുവണ്ടിപ്പരിപ്പും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഉണക്ക മുന്തിരിയൊക്കെ വീർത്ത് കശുവണ്ടിപ്പരിപ്പിന്റെ നിറമൊക്കെ മാറി വരുന്ന സമയത്ത് ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ബാക്കി വരുന്ന നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. ദോശയെല്ലാം ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ 16 ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മാവ് അളന്നെടുത്ത കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതിന്റെ കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ 2 കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പാലെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പാലിൽ തന്നെ ചെയ്തിട്ടെടുക്കുക. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് ഏലക്കയുടെ ആ തൊണ്ട് മാറ്റിയിട്ട് തരി മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്ക പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 4 ഏലക്ക വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കശുവണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തതിന്റെ ബാക്കി നെയ്യുണ്ടല്ലോ, അതിന്റെ ചൂട് പാറിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ഒരു കേക്കിന്റെ ടിന്നാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കേക്ക് ടിന്നിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചുട്ടെടുത്ത ഒരു ദോശ വെച്ച് കൊടുക്കുക. ഇതുപോലെ ആ ഒരു കേക്ക് ടിന്നിന്റെ അളവിലായിരിക്കണം നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ഈ പാലിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ദോശ വെച്ച് കൊടുക്കാം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് പാലിന്റെ മിക്സ് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് 16 ദോശയും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ലാസ്റ്റ് ദോശയും നമുക്ക് വെച്ചു കൊടുക്കാം. ലാസ്റ്റിലുള്ള പാല് മുഴുവനും ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ കറുത്ത പൊടികളായിട്ട് കിടക്കുന്നത് ഏലക്കയുടെ തരികളാണ്.
അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന് ഇറക്കി വെച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു തട്ടും കൂടെ വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തട്ടൊന്നും വെക്കുന്നില്ല. ഇത് ഇരുമ്പിന്റെ ഒരു കടായിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും വെച്ചു കൊടുക്കാം. കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം. ലോ ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം 45 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റും കൂടെ വെച്ചു കൊടുക്കുക. കുക്കായി കിട്ടാൻ ഏകദേശം 1 മണിക്കൂർ എടുക്കും. അപ്പൊ നമ്മള് ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ അത് കണ്ടില്ല, നല്ലോണം വീർത്ത് അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കുക്കായി. ഇനി നല്ല ചൂട് മാറണം. അതിന് വേണ്ടിയിട്ട് ഇത് കടായിൽ നിന്ന് പുറത്തെടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ജസ്റ്റ് മാറിയതിനു ശേഷം ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ വശം ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ലെയറുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ ചൂട് മാറിക്കഴിയുമ്പോൾ നല്ലതുപോലെ ലെയർ വിട്ട് വരും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്ത ഒരു പീസ് എടുത്തിട്ടുണ്ട്. നല്ല ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വായിലിട്ടാൽ അല്ലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ പാൽപത്രി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്